ഞാനിപ്പോൾ എൻ്റെ കൃഷിസ്ഥലത്താണുള്ളത്. നമ്മുടെ ഏലം നോക്കാൻ വേണ്ടി വന്നതാണ്. ഇതാ ഇപ്പോൾ ഒരു അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേക്കും വെള്ളം കൊടുക്കാറാവും. കായൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നാടൻ ഇനമാണ്, അധികമൊന്നുമില്ല. ഒരു 10-40 ചെടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവൊന്നുമില്ല. പ്രാവശ്യം പൊതുവെ വിളവ് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം മരുന്ന് വളം ഇതൊക്കെ ചെയ്ത് പോയതായിരുന്നു. ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി. ഇത് നമ്മുടെ നാടൻ ഇനമാണ്, മൈസൂർ ഏലെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ കായ്ക്ക് അധികം വണ്ണം കുറവാണ്. പക്ഷെ ഇതിനുള്ളൊരു മെച്ചം എന്ന് പറഞ്ഞാൽ ഈ ചെടികൾക്ക് അങ്ങനെ കേട് വരുന്നില്ല. ഞള്ളാണിയുണ്ട്. ഞള്ളാണിയിട്ട് ഒരു വർഷം കൊണ്ട് അത് നല്ലോണം കായും കായ്ച്ചു, ഒരു വർഷം കൊണ്ട് അത് പോവുകയും ചെയ്തു. എല്ലാം മൂട് ചെയ്യലായിട്ട് എല്ലാം പോയി. ഈ ഒരു ഇനം മാത്രമേ നിൽക്കുന്നത്. ഇതിപ്പോൾ എടുത്തിട്ടൊരു 3-4 വർഷമായി ഈ ചെടി വെച്ചിട്ട്. ഇനി കാര്യമായിട്ടൊരു കേടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. വലിയൊരു കേടില്ല. ഞാൻ ഈ വയൽ പ്രദേശമാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ്. പക്ഷേ ഞള്ളാണി ഞാൻ കരയിലും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാം അഴുകൽ വന്നിട്ടെല്ലാം പോയി. ഇതൊരു ശരാശരി വളവ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഉണങ്ങിയാൽ തൂക്കം കൂടുതൽ കിട്ടുന്നുണ്ട്. ഈ ചെടിയുടെ പ്രത്യേകത, ഈ ചെടി നമ്മൾ അതിൻ്റെ കായ ചെറുതാണെങ്കിലും 4-1 തൂക്കം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പല പ്രാവശ്യം തൂക്കി നോക്കിയിട്ടുള്ളതാണ്. ഏകദേശം പ്രതിരോധശേഷിയുണ്ട്. ചീയലൊന്നും അഴുകലൊന്നും അങ്ങനെ ബാധിക്കുന്നില്ല. വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ വിളവെടുക്കാറായി. ഈ മാസം കഴിഞ്ഞാൽ കുറച്ച് കായൊക്കെ മൂത്തിട്ടുണ്ട്, അതൊക്കെ പറിക്കാനായിട്ടുണ്ട്. ഓക്കെ. ഈ ചെടികളൊക്കെ കഴിഞ്ഞ വർഷം നല്ല കായുണ്ടായിരുന്നു. ഇത് ഞള്ളാണി ഇനത്തിൽപ്പെട്ടാണ്. അതെല്ലാം കുറേ എണ്ണം പോയതാണ്. ഇത് ഞള്ളാണി ഞാൻ പിരിച്ചു വെച്ചൊരു തൈയാണ്. ഇത് ഞള്ളാണിയായിരുന്നു. അത് മൊത്തം പോയി, അടി ഉണങ്ങി അഴുകിപ്പോയി. എൻ്റെ കാപ്പിച്ചെടിയൊക്കെ കായൊക്കെ ഇങ്ങനെ വലുതായി തുടങ്ങി. അത് ഞള്ളാണിയാണ്. കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നല്ല കായ പിടിച്ച ഇതായിരുന്നു, ചെടിയായിരുന്നു. ഇതെല്ലാം കണ്ടോ, ഇത് ഞള്ളാണിയാണ്. ഞള്ളാണി നമ്മുടെ ഈ സ്ഥലത്തങ്ങനെ പിടുത്തം വളരെ കുറവായതുകൊണ്ട് ഇനി ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിൻ്റെ മരുന്ന് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒക്കെ ഞള്ളാണിപ്പെട്ടാണ്. നല്ലാണി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ ഈ നല്ലാണി ഇനി വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇത് ഞള്ളാണിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം നനച്ചതാണ്. വേനൽക്കാലത്തൊക്കെ ഇതൊക്കെ നല്ലോണം നനച്ച ചെടികളാണ്. അതാണ് പോയത്. അതാണ് സങ്കടം.